റെഡ് ഫ്ലാഗ്സ്? ഇങ്ങനെയുള്ള വ്യക്തികളെ ഒരു റിലേഷൻഷിപ്പിന്റെ കേസിൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ഈ ഒരു കാര്യത്തിനെ കുറിച്ച് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സോ ഡേഞ്ചർ ആയിട്ടുള്ള കുറച്ച് റെഡ് ഫ്ലാഗ്സുകൾ പറയാം. ഇതൊരിക്കലും നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. ഒന്നാമത്തെ കാര്യം, നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എവിടെ പോകണം, ആരോടൊപ്പം പോവാം, അല്ലെങ്കിൽ എത്ര സമയം പോകാം, അല്ലെങ്കിൽ എവിടെ ആരോട് സംസാരിക്കാം, എത്ര സമയം സംസാരിക്കാം, ഇങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും സ്നേഹമല്ല. നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് നിയന്ത്രിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടി അവരുടെ അനുവാദം വേണം എന്ന ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകളാണ് പലപ്പോഴും ഈ റെഡ് ഫ്ലാഗ് കാണിക്കുന്നത്. സോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ ബിഗ്ഗസ്റ്റ് റെഡ് ഫ്ലാഗ്. രണ്ട്, നിങ്ങളുടെ പ്രൈവസി പോലും റെസ്പെക്ട് ചെയ്യാതെയുള്ള രീതിയിൽ പെരുമാറുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ വളരെ ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ ഫോൺ ചെക്ക് ചെയ്യണം, അതിന്റെ പാസ്വേഡ് എല്ലാം അവർക്ക് അറിയണം, അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും സംശയത്തോടു കൂടി നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും അതിലൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്നുള്ളത് എപ്പോഴും സംശയിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് കൂടുതലായിരിക്കും. സോ ഇത്തരത്തിൽ നിങ്ങളെ ഒരു സംശയത്തോടു കൂടി നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സണൽ ബൗണ്ടറീസിലേക്ക് വരെ ഇടിച്ചു കയറിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഒരു ബിഗസ്റ്റ് ആയിട്ടുള്ള റെഡ് ഫ്ലാഗ്. മൂന്ന്, ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങളോട് കള്ളം പറഞ്ഞെന്ന് വിചാരിക്കുക. അത് മിസ്റ്റേക്ക് ആണെന്ന് വിചാരിക്കാം. ഇനി അതല്ല, സ്നേഹമുള്ളൊരു പേഴ്സൺ ആണ് ഓപ്പോസിറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കള്ളം പറഞ്ഞതാണ് എന്ന് വേണമെങ്കിലും വിചാരിക്കാം. പക്ഷേ തുടർച്ചയായി കള്ളം പറയുന്നുണ്ടെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആണ്. ഇങ്ങനെ എന്തിനും ഏതിനും കള്ളം പറയുന്ന ആളുകളാണെങ്കിൽ വളരെയധികം മാനിപ്പുലേറ്റീവ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റൊരു റെഡ് ഫ്ലാഗ് ആണ് തുടർച്ചയായി അല്ലെങ്കിൽ എന്തിനും ഏതിനും കള്ളം പറയുന്നു എന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ, നിങ്ങളുടെ ഇമോഷൻസിനെ കംപ്ലീറ്റ്ലി അടിച്ചമർത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ഫീലിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിസ്സാരമാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു കാര്യം അവരോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഇതൊന്നും അത്ര വലിയ കാര്യമല്ല, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇത്ര വലിയ കാര്യമായിട്ട് സംസാരിക്കുന്നത്, നീ ഓവർ റിയാക്ട് ചെയ്യാണ്, വെറുതെ ചിന്തിച്ചു കൂട്ടുകയാണ്, അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, നീ ഒന്നും മിണ്ടാതിരിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ ഷട്ട് ഡൗൺ ചെയ്യുന്ന രീതിയിൽ അവർ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആണ്. നിങ്ങളുടെ ഇമോഷൻസിനെ വില കുറച്ച് കാണുക, അല്ലെങ്കിൽ ചെറുതാക്കി കാണുക, അല്ലെങ്കിൽ അത് കേൾക്കാൻ താല്പര്യമില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് വൺ, നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുപ്പമുള്ള വ്യക്തികളിൽ നിന്നെല്ലാം നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് അകറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള റെഡ് ഫ്ലാഗ് ആണ്. ആൻഡ് ഫൈനലി, പെട്ടെന്നുള്ള ദേഷ്യം അല്ലെങ്കിൽ ഒരു ഡിസഗ്രിമെന്റ് വരുന്ന സമയത്ത് അത് ഹെൽത്തി ആയി ഡീൽ ചെയ്യാൻ സാധിക്കാതെ അബ്യൂസീവ് ആയ രീതിയിൽ പെരുമാറുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള വേർഡ്സ് യൂസ് ചെയ്യുക, ഇത്തരത്തിൽ വളരെ വയലന്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിലൊക്കെ പെരുമാറുന്നുണ്ടെങ്കിൽ, വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ അതും ഒരു റെഡ് ഫ്ലാഗ് ആണ്.